Good morning, all. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Okay, how are you all? Fine, ma'am. Fine, ma'am. Okay, എല്ലാവരും prepared ആണോ? പറയൂ, prepared ആണോ? Just wait a second. Okay, പറയൂ, prepared ആണോ എല്ലാവരും? Yes, ma'am. Okay, yeah. അപ്പൊ ആരെ സ്റ്റാർട്ട് ചെയ്യാം? എങ്ങനെയാണ്, ഡിബേറ്റ് പോലെയാണോ അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ സംസാരിക്കും അതിനുശേഷം മറ്റൊരാള്, അങ്ങനെയാണോ? പറയൂ, എന്താണ്? ആരും പ്രിപ്പയർഡ് അല്ല? Okay, and yeah, okay. ഇനി ആരെങ്കിലും? എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടോപ്പിക് തന്നിരുന്നു, അത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. ഇതെന്താ റെസ്പോണ്ട് ചെയ്യാതെന്താ? മാം, പറയൂ അശ്വിൻ. ഞാൻ പറയാം. പറയൂ. ഞാൻ തന്നെ ശരിയാണോന്ന് അറിയില്ല. ഓക്കെ, ഞാൻ പറയൂ. Hi, good morning, ma'am, to all students. I studied in NSS Chattogram School. That's where I studied till +2. After that, I did a 3-year degree course. Could not complete the degree due to lack of supply. Now I am doing 6 months diploma course in hospital administration. I love working in hospital field very much. My house has a lot of debt. In order to solve those difficulties, I studied this course and thought that I can get a job. My mother and she also told me that it would be good to study course, and what also inspired me. The reason why I am where I am today is because of my parents and teachers. ഓക്കെ, കഴിഞ്ഞു. കഴിഞ്ഞു. ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സേ ഉണ്ടാവുള്ളൂ, അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നുമല്ല. ഓക്കെ, അത് അശ്വിൻ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അശ്വിന് മനസ്സിലാവും എവിടേക്കാണ് ആ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയാല് കുറച്ചുകൂടെ അശ്വിന് കുറച്ചുകൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെയും എഴുതാൻ പറ്റും, ഇതുപോലെ പറയാൻ പറ്റും. ഓക്കെ,
അപ്പൊ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, യാ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടോപ്പിക് തന്നിരുന്നോ? ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഡ്രീം ആയിരുന്നോ? ഡ്രീം ആയിരുന്നു. ഓക്കെ, യാ ഇറ്റ്സ് ഓക്കെ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. ഇനി നെക്സ്റ്റ് നമ്മൾ മൊഡൽ വേർബ് ഏകദേശം കംപ്ലീറ്റ് ആണ്. ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഏകദേശം കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്താണ്? ആക്റ്റീവ് വോയിസിൽ നമ്മൾ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ പാസീവ് വോയിസിൽ നമ്മൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അതായത് ഒരു സെന്റൻസ് തരാണെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനായിരിക്കും വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാനാണ്. എന്തായാലും നമ്മൾ ഗ്രാമർ പഠിക്കുന്നതാണ്. അപ്പൊ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ ഏകദേശം നമുക്കൊരു 20 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതും കൂടെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇതും പിന്നെ റിപ്പോർട്ട് സ്പീച്ചും അതും കൂടെ കഴിഞ്ഞാൽ തന്നെ ഗ്രാമർ ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതും അറിഞ്ഞു വെക്കാം. ഓക്കെ, സോ ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലേക്ക് മാറുമ്പോൾ ഐ എന്ന് പറയുന്നത് മീ ആകും, ബി അസ് ആകും, യു തന്നെയാണ്, ഹി ഹിം ഷീ ഹർ ദേ ദം ആൻഡ് ഇറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. അത് പാസീവ് വോയിസിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെയാ വരാം? ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ക്രിക്കറ്റ് ആണ് അല്ലെ? ക്രിക്കറ്റ് ആണ്. അപ്പോ സ്ട്രക്ചർ നോക്കി, ഫസ്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്ട് പ്ലസ് ദെൻ ഓക്സിലറി പ്ലസ് V3 ആണ് വരാം. ഓക്കെ, V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഓക്കെ, അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്രിക്കറ്റ് എഴുതാം. അപ്പൊ ക്രിക്കറ്റ്, ഇനി എന്തെങ്കിലും ഓക്സിലറി വേണം. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് ആഡ് ചെയ്യാം അല്ലെ? അപ്പൊ ക്രിക്കറ്റ് ഈസ്, ദെൻ പ്ലേ ആണ്, വെർബ് എന്ന് പറയുന്നത് പ്ലേ ആണ്. പ്ലേയുടെ V3 ഫോം ആണ് വരാൻ. ക്രിക്കറ്റ് ഈസ് പ്ലേഡ്, ദെൻ ബൈ വേണം, ദെൻ സബ്ജക്ട് നമ്മുടെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്താകും? ഹിം ആയി മാറും. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്നാണ് വരാൻ. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ സർവ് മൈ പാരന്റ്സ്. ഐ സർവ് മൈ പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈ പാരന്റ്സ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. സോ ഫസ്റ്റ് മൈ പാരന്റ്സ് എഴുതാം. മൈ പാരന്റ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ ആറാണ് വരാം. ദെൻ സെർവ്, സെർവ് ചെയ്യാന്ന് പറയുമ്പോൾ വെർബ് ആണ്. ആ വെർബിന്റെ V3 ഫോം എടുക്കാം. സെർവ്, സെർവ്ഡ് ആണ് വരാം. ദെൻ ബൈ, ഐ പാസീവ് വോയിസിലേക്ക് വരുമ്പോ എന്താകും? മീ ആയി മാറും. അപ്പൊ മൈ പാരന്റ്സ് ആർ സെർവ്ഡ് ബൈ മീ എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Is it clear or not? Yes, ma'am. Yes. Okay. Then present continuous ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോ എങ്ങനെയാ വരാ? സ്ട്രക്ചർ എപ്പോഴും നോക്കി വെക്കാം. പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പൊ വി ആർ സിംഗിങ് എ സോങ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എ സോങ് ആണ്. എ സോങ്, എ സോങ് എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് ഈസ് വരുന്നു. എ സോങ് ഈസ്, ദെൻ സിംഗിങ് ആണ് വന്നിരിക്കുന്നത്. ING ഫോം ഉണ്ട്. ING ഫോം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ ബീയിങ് ആണ് ചേർക്കുക. ബീയിങ്. ഓക്കെ, ബീയിങ് ചേർത്തിട്ട് അതിനുശേഷം വേർബിന്റെ V3 ഫോം ആഡ് ചെയ്യാം. അപ്പൊ ബീയിങ് സങ് വരും. ബീയിങ് സങ് ബൈ അസ്. ബി എന്ന് പറയുന്നത് അസ് ആയി മാറും. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ അസ് എന്നാണ് വരാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ ലെറ്റർ ആണ് ഒബ്ജക്റ്റ്. ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് വരുന്നു. Then ING ഫോം ഉണ്ട്. സോ ബീയിങ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റിന്റെ V3 ഫോം
written by he ആയതുകൊണ്ട് him. A letter is being written by him എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രസന്റ് ടെൻസ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് എക്സസൈസ് തരാം, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എഴുതെടുത്തോളൂ. They eat fruits. They eat fruits. They eat fruits. എങ്ങനെയാ വരാ? ഈ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. സിമ്പിൾ പ്രസന്റ് ആണോ പറയുന്നത്? എന്തോ സിമ്പിൾ പ്രസന്റിലാണോ പ്രസന്റ് കണ്ടിന്യൂസിലാണോ ചെയ്യേണ്ടത്? അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യൂ. They eat fruit എന്ന് പറയുമ്പോ അത് ഏത് ടെൻസ് ആവരാ? They eat fruits. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, They eat ഫ്രൂട്ട്സിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അനു സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാൻ മതി കേട്ടോ. ഓക്കെ, The fruit is eaten by them. എന്തോ The fruit is eaten by them. They eat fruits എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. They eat fruits. Fruits are eaten by them. They eat fruits. ഒന്ന് ടെക്സ്റ്റ് ചെയ്തല്ലാവരും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ they eat fruits എന്നാ പറഞ്ഞേ. They eat fruits എന്ന് പറയുമ്പോ ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ഫ്രൂട്ട്സ് ആണ്. സോ ഫ്രൂട്ട്സ് മാത്രം എഴുതിയാൽ മതി. ഇത് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, only fruits. ഓക്കെ, ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ അല്ലെ? സോ പ്ലൂറൽ ആയതുകൊണ്ട് ഓക്സിലറി ഏതാണ്? ആറാണ്. ഫ്രൂട്ട്സ് ആർ then eat ആണ്. eaten ആകും അല്ലെ? fruits are eaten by them ആണ്. okay, fruits are eaten by them. okay, അപ്പൊ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാം എല്ലാവർക്കും. കുറച്ചു പേര് ഓക്സിലറി എഴുതിയിട്ടില്ല, കുറച്ചു പേര് എന്താ ചേർത്തു, അത്രയൊക്കെ ഉള്ളു മിസ്റ്റേക്ക്. okay, fruits are eaten by them. കുറച്ചു പേര് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? okay, fruits are eaten by them എന്നാണ് വരാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതാം.
He solves the puzzles quickly. He solves the puzzle quickly. He solves the puzzle quickly. The puzzle is solved by him. Read it carefully and then answer it. Okay. He solves the puzzle quickly. എല്ലാവരും ആൻസർ പറയൂ. പെട്ടെന്നാവട്ടെ, സ്പീഡാ. Okay, then the puzzle is solved by him. The puzzle is solved by him. Yeah, answer പറയൂ എല്ലാവരും. നഫീറ, ജിബിൻ, രമ്യ, തൊയ്ബ, എല്ലാവരും ആൻസർ പറയൂ. Yeah. Okay. Answer. Question. Journey was the first wrong. Okay. ആരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. നഫീറ, ബീയിങ്ങിന്റെ ആവശ്യമില്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ടിബിൻ മാത്രമാണ്. എങ്ങനെയാ വരാ? He solved puzzles quickly എന്നാ പറയാ. He solves the puzzles quickly. He solves the puzzles quickly എന്നാ പറഞ്ഞത്. ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് ഏതാണ്? He solves the puzzles quickly. Puzzles അല്ല, puzzle. He solves puzzle quickly എന്നാ പറഞ്ഞത്. So ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് puzzle ആണ്, അല്ലെ? The puzzle. Yeah, the puzzle ആണ് ഒബ്ജക്റ്റ്. So the puzzle എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. The puzzle is ആണ് വരാം. Is then എന്താണ് വന്നിരിക്കുന്നത്? Solved ആണ്, അല്ലെ? സോൾവ് ആയതുകൊണ്ട് സോൾവ്ഡ് ആവുന്നത്. അപ്പൊ സോൾവ്ഡ്. The puzzle is solved. എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ക്വിക്ലി ആയിട്ടാണ്. അപ്പോ the puzzle is solved quickly by him. എപ്പോഴും by him ലാസ്റ്റേ വരുള്ളൂ. by himന് ശേഷം വേറെ ഒന്നും വരില്ല. Okay. The puzzle is solved quickly by him എന്നാണ് പറയാം. Okay. ഇതാണ് കറക്റ്റ് ആൻസർ. ഷിബിൻ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്.
Okay. Yeah. So നിങ്ങൾ structure കറക്റ്റ് മനസ്സിലാക്കി. First object, then auxiliaries, then V3 form, then by, then subject. ഇങ്ങനെയാണ് അതിന്റെ structure വരെ. Object plus auxiliary plus V3 plus by plus subject. ആ structure മനസ്സിലാക്കി വെച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം. Okay. മിസ്സേ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം താഴേക്ക്. Okay. ഒന്നോടെ. ആ Okay, അടുത്ത എഴുതാം. The kids love ice cream. The kids love ice cream. The kids love ice cream. Yeah, speed up. And third. The kids love ice cream എന്ന് പറയുമ്പോ പെട്ടെന്നാവട്ടെ ആൻസർ ചെയ്യൂ. ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസിന് ഒരു വേർഡ് പോലും മിസ്സിംഗ് ആവരുത്. ഓക്കെ. ആൻസർ പറയൂ. എല്ലാവരും പറയൂ. സ്ലോ ഐസ് ക്രീം സ്ലോ. രശ്മി ആൻസർ ചെയ്യൂ. എന്തുപറ്റി? ഒന്നും പറ്റിയില്ല. എന്തോ ഒന്നും പറ്റിയിട്ടല്ല, ചെയ്തില്ല, ടൈപ്പ് ചെയ്തില്ല. ഓക്കെ. Okay. The kids. എന്താ ആൻസർ പറയാ? ആൻസർ എന്താ പറയാ? The kids love ice cream എന്ന് പറയുമ്പോ ഒബ്ജക്റ്റ് ഏതാണ്? ഐസ്ക്രീം ആണ്. ഐസ്ക്രീം. ഐസ്ക്രീം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്സിലറി വരുന്നത് ഈസ് ആണ്. Then love. ലവിന്റെ V3 ഫോം ചെയ്യാ. Loved ആണ് വരാ. Then by. പിന്നെന്താ? കിഡ്സ് മാത്രമല്ല വരാ. The kids ആണ് വരാ കേട്ടോ. The kids. അപ്പൊ ഐസ്ക്രീം ഈസ് loved by
The kids ആണ് വരാം. Ice cream is loved by the kids. Okay? Yeah. കുറച്ച് പേരൊക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നുള്ളൂ, എന്നാലും ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്തത് ഏതാ? I am writing a letter. I am writing a letter. I am writing a letter. First, you identify the tense and then answer it. ആൻസർ പറയൂ എല്ലാവരും. ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാരും പറയൂ. Yeah, ആൻസർ എന്താ വരാ? I am writing a letter എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് a letter ആണ്. A letter എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് a letter is, then ഇത് present continuous ആണ്, so നമുക്ക് ഇവിടെ being ആവശ്യമാണ്. Okay, a letter is being written by me എന്നാണ് വരാം ട്ടോ. അശ്വൻ അവിടെ being ഉണ്ട് ട്ടോ. Yeah, a letter is being written by me. That is correct. A letter is being written by me. അടുത്തത് ഏതാ? The cat is chasing a mouse. The cat is chasing a mouse. Give the answers quickly. Okay.
Yeah. Okay. The cat is chasing a mouse എന്നാ പറഞ്ഞേ. Object a mouse ആണ്. The mouse അല്ല a mouse. A mouse is being chased by the cat. എന്നാണ് പറയാട്ടോ. The mouse എന്നല്ല a cat അല്ല. തിരിഞ്ഞു പോയി. A mouse is being chased by the cat. എന്താ ലക്ഷ്മി? എന്തേ തിരിഞ്ഞുപോയി? Yeah, തിരിഞ്ഞു പോയി. അപ്പൊ a mouse is being chased by the cat എന്നാ പറയാം. കറക്റ്റ് ആണ്. കുറച്ച് പേര് കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് ബിയും എയും അവരോട് മാറിപ്പോയി. ഇത്രയേ ഉള്ളൂ മിസ്റ്റേക്ക്. Yeah. അടുത്തേതാ? They are painting. They are painting the wall. They are painting the wall. They are painting the wall. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ ഒപ്പത്തിന് ആൻസർ പറയണം. ഓക്കെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാ വരാ? They are painting the wall എന്നാണ് പറഞ്ഞേ. അപ്പോ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന the wall ആണ്. The wall എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ആറിന്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് പേര് ആറ് പറഞ്ഞിട്ടുണ്ട്, അത് സിംഗുലർ ആണ്. അപ്പൊ the wall is ആണ് വരാം. Is being painted by them ആണ് വരാം. The wall is being painted by them. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് വീണ്ടും ഉണ്ട്. ഓക്കെ, we are planting flowers. We are planting flowers. We are planting flowers. We are planting flowers. ആറിന്റെ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, എന്താ പറയാ? ആൻസർ പറയൂ. We are planting flowers. Yeah, mistakes ഒന്നുമില്ല, എല്ലാവരും കറക്റ്റ് ആയിട്ടെന്ന് പറയൂ.
Okay, correct ആണ്. Flowers are being planted by us ആണ്. them അല്ല ട്ടോ. ഗ്രീഷ്മ them അല്ല, ബി പറയുമ്പോ us ആണ് വരാ. ശ്രീകല രാജേഷ്, flowers are being ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ being ഉണ്ട്. ഓക്കെ, so flowers are being planted by us എന്നാണ് വരാ. Yeah, flowers are being planted by us. Okay. എക്സാമ്പിൾസ് വേണോ? പറയൂ. എനി ക്വസ്റ്റ്യൻസ് വേണോ? യെസ്, എല്ലാവരും വേണമെന്നാണ് പറയുന്നത്. സോ നോ? യെസ്. ഓക്കെ. The player is chasing the ball. 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 Okay. The player is chasing the ball എന്നാണ് പറയുന്നത്. Answer: the ball is being chased by the player. Yeah, correct ആണ്. എല്ലാവരും correct ആണ്. Very good. Yeah. Next, they clean the house. They clean the house. They clean the house. They clean the house. ഞാൻ അയക്കുന്നതിന് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷേ okay. They clean the house. Yeah, പെട്ടെന്ന് വരട്ടെ.
Okay. They clean the house എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് the house ആണ്. So the house is cleaned by them. Yeah. ശ്രീകല has been ഒന്നുമില്ല കേട്ടോ. ആ സ്ട്രക്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കുക. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കി ആ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഹാസ് ബീൻ ഒന്നും ഇല്ല ഇവിടെ. ഈസ് ഒക്കെയാണുള്ളത്. ഈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ദ ഹൗസ് ഈസ് ക്ലീൻഡ് ബൈ ദം എന്നാണ് വരാം. ദേ ആയതുകൊണ്ട് ദം. അടുത്തത് ഷീ സിങ്സ് എ സോങ്. ഷീ സിങ്സ് എ സോങ്. She sings a song. Yeah, പെട്ടെന്ന് ആൻസർ പറയൂ. ഓക്കെ, ആൻസർ എന്താണിത്? എന്താണ് ഈ ആൻസർ ഒക്കെ? പഠിച്ച് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? പറയൂ. സിംഗിന്റെ V1 V2 V3 പറഞ്ഞേ. സിംഗിന്റെ V2 V3 പറഞ്ഞേ. പറയൂ. സിംഗ് എന്ന് പറയുന്ന വേർബിന്റെ എന്താണിത്? ഇങ്ങനെയാണോ V2 V3 വരാ? കറക്റ്റ് ആണെന്നായിരിക്കും പറഞ്ഞേ. സിംഗ്. അശ്വൻ സിംഗോ? എന്തൊക്കെയാ പറയുന്നത്? സിംഗിൾ എന്ന് പറയുന്ന വേർഡേ ഇല്ല അശ്വൻ. സിംഗോ? സിംഗ് സോങ്സ്. വെരി ഗുഡ്. എല്ലാവരും V2 V3 പറയും. ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും. മിസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എനിക്ക് സ്ട്രക്ക് ആയി. ഫുള്ള് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, കേൾക്കുന്നുണ്ടായിരുന്നില്ല. She sings a song. She sings a song. ഓക്കെ. രശ്മി, സിംഗിന്റെ V2 V3 മാം കേട്ടില്ല. സിംഗ് V2 V3 ടെക്സ്റ്റ് ചെയ്യും. ആ
എല്ലാവരും ചെയ്യൂ. നഫീറ നെക്സ്റ്റ് ചെയ്യൂ. ക്ലാസ്സിൽ ആരൊക്കെയുണ്ടോ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ, ചെയ്തിട്ടുണ്ട് മാം. ആർക്കും വീട്ടിൽ അറിയില്ല, അതാണ് എനിക്കുള്ളതെന്ന് മനസ്സിലാവുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഈ ഗ്രാമർ മിസ്റ്റേക്ക് വരെ മെയിൻ പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് V2 V3 ഇമ്പോർട്ടന്റ് ആണ്. എത്ര ടെൻസ് പഠിച്ചാലും നമുക്ക് V2 V3 അറിഞ്ഞിരിക്കണം. ഓക്കെ, സിംഗിന്റെ V2 V3 എന്താണ്? സിംഗ് സാങ് സങ് ആണ്. ഓക്കെ, അത് തിരിച്ചു മറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗ് സാങ് സങ്. എന്തോ ഞാൻ പറഞ്ഞത് സിംഗ് സാങ് സങ് ആണ് അല്ലെ? അല്ല, തിരിഞ്ഞുപോയി അല്ലെ? മിക്കവരും തിരിഞ്ഞു. എന്തൊക്കെയാണ് പറയുന്നേ? അല്ലോ തിരിഞ്ഞുപോയി. ഗ്രീഷ്മ ഒക്കെ മിസ്റ്റേക്ക് ആണ്. മിക്കവരും തിരിഞ്ഞു. സോങ് പറയുന്നുണ്ട്, സിംഗിങ് എന്താണിത്? V2 V3 മസ്റ്റ് ആണോ? എന്തായാലും പഠിക്കണം. ഓക്കെ, സിംഗ് സാങ് സങ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ആൻസർ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ഷീ സിംഗ്സ് എ സോങ് എന്ന് പറയുമ്പോ എ സോങ് ഈസ് സങ് ബൈ ഹർ ആണ് വരാം. ഓക്കെ, ഇവിടെ ആൻസർ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ഒക്കെ നോക്കിയേ. എ സോങ് ഈസ് സാങ് ബൈ ഹർ, എ സോങ് ഈസ് സാങ് ബൈ ഹർ, എ സോങ് ഈസ് സങ് ബൈ ഹർ. ടിബിൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ലാസ്റ്റ് V2 V3 ചോദിച്ചപ്പോ സിംഗിങ് എന്ന് പറഞ്ഞു. ഓക്കെ, a song is sung by her എന്നാണ് ആൻസർ. ഓക്കെ, V2 V3 ആണ് പ്രോബ്ലം. അത് പഠിക്കണം, പഠിച്ചേ പറ്റൂ. കേട്ടല്ലോ, എല്ലാവരും കൂടിയാ പറയുന്നത്. എന്തായാലും പഠിക്കണം, മസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. സിമി reads a book. Simi reads a book. അതില് READ റെഡ് എന്ന് വായിക്കുന്നത്. Yeah. ആൻസർ ചെയ്ത് എല്ലാം ആൻസർ പറഞ്ഞോ? ഓക്കെ, ഇനി ഓരോരുത്തരുടെ ആൻസർ ഒന്ന് പറഞ്ഞേ. read by Simi. ഓക്കെ, then A book read. Yeah, I know. A book is read by Simi. Okay. Next, Nafira, പറയൂ. A book is read by Simi. Ashwan. A book is read by Simi. Ramya. A book is read by Simi. Tibin.
A book is read by Simi. Then Srikala. No. Response ചെയ്യാത്ത കുറച്ച് ആൾക്കാരാണത്. Srikala. A book was read by Simi. Okay. Tenzi. Srikala mute ചെയ്തോളൂ. Tenzi പറയൂ. ആൻസർ പറയൂ. അയ്യോ സോറി മിസ്, ഞാൻ താഴെ വരെ പോയിക്കാറ്. Okay. Taiwa. Answer പറയൂ. A book is read by Simi. Okay. Grishma. Miss, a book is read by Simi. Okay. Ashwini Suresh. No. Sneha. A book is read by Simi. A book is? Read by Simi. Okay. Fatima. A book is read by Simi. Yeah. അപ്പോ റീഡ് അല്ല, റീഡ് പറഞ്ഞവരുണ്ട്, റീഡ് അല്ല, റെഡ് ആണ്, B3 ആണ്. ഓക്കെ, റെഡ് ആണ് പറയാ. ഓക്കെ, അപ്പോ ക്ലിയർ ആണോ? ആക്റ്റീവ് വോയിസ് ക്ലിയർ ആണോ? നമ്മൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എടുത്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എന്തോനോ പറയണ്ട, കുഴപ്പമില്ല, ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആക്റ്റീവ് വോയിസ് ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്. പക്ഷെ ഒരു കാര്യം ക്ലിയർ അല്ല, B3 പഠിക്കാം, മസ്റ്റ് ആയിട്ടും പഠിക്കാം. ഓക്കെ, അതില്ലെങ്കിൽ നിങ്ങൾ ടെൻസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ എഴുതുമ്പോൾ മിസ്റ്റേക്കേ വരുള്ളൂ. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു ടോപ്പിക് തന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? പ്രിപ്പയർ ചെയ്യും എന്ന് പറഞ്ഞവര് ഒന്ന് തംസ് അപ്പോ എന്തെങ്കിലും അല്ലെ കമന്റോ എനിത്തിങ്. പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഓക്കെ, എല്ലാവരും ഉണ്ട്. വെരി ഗുഡ്. അപ്പോ രശ്മി ഇല്ല? ഞാൻ കൺസൾട്ട് ചെയ്തല്ലോ. ആണോ? ശ്രദ്ധിച്ചില്ല, സോറി. ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ട്. ടോപ്പിക് ഇതാണ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ അവർ ലൈഫ്. ഓക്കെ, ഇതാണ് ടോപ്പിക്. പ്രിപ്പയർ ചെയ്യുമ്പോ ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുക്കരുത്, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. പിന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്, എല്ലാം എഴുതാം. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ അവർ ലൈഫ്, ഇതാണ് ടോപ്പിക്. ഇതാണ് ടോപ്പിക്. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. ഇതേപോലെ എഴുതണമെങ്കിൽ എഴുതണ്ട, അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുക്കരുത്. അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവരും സംസാരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു ഡിബേറ്റ് പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഓരോരുത്തർ പറഞ്ഞ അതിനുശേഷം മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലായോ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയോ ഒക്കെ നമുക്ക് ചെയ്യാം. പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ഇനിയിപ്പോ പ്രിപ്പയർ ചെയ്തില്ല അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, മസ്റ്റ് ആയിട്ടും ചെയ്യണം. കേട്ടല്ലോ?
എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞവരാണ്. ഇനി ആ ടൈമിൽ വരുമ്പോ മിസ്സേ സമയം ഉണ്ടായില്ല, മിസ്സേ ഇത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല, ഞാനത് കേട്ടില്ല, അറിഞ്ഞില്ല, ഇതൊന്നും കേൾക്കരുത്, ഇതൊന്നും എന്നോട് പറയുകയും ചെയ്യരുത്. സമയം കണ്ടെത്തി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. പ്രിപ്പയർ ചെയ്ത് എന്താണോ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് വെറുതെ വായിക്കാനല്ല ഞാൻ പറയുന്നത്. എനിക്ക് വായിക്കാനല്ല കേൾക്കണ്ടേ, നിങ്ങൾ പറയുന്നതാണ് കേൾക്കണ്ടേ. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കുക, പക്ഷെ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്ന പോലെ പറയണം. മോഡുലേഷൻ, ആ ഒരു മോഡുലേഷൻ വരുത്തി പറയണം. വീട്ടിലിരുന്ന് ഒരു പാരഗ്രാഫോ എന്തൊക്കെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രൊണൗൺസിയേഷൻ നോക്കാം, മോഡുലേഷൻ നോക്കാം, ഇതെല്ലാരും കറക്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ എല്ലാവരും? റെഡി? റെഡിയാണോ? റെഡി. ആ, റെഡി പറയാൻ എല്ലാരും പറഞ്ഞോ? റെഡിയാണോ? യെസ് മാം. ഓക്കെ, ഓക്കെ. അശ്വൻ റെഡി അല്ലേ? റെഡി. ഗുഡ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. See you on next class. Okay, bye. Thank you. Thank you all. Thank you, ma'am.